السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സർവലോക സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പാലിച്ചുകൊണ്ട് തഖ്വയും ഈമാനും നഷ്ടപ്പെടുത്താതെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ ഈമാൻ നഷ്ടപ്പെടാതെ ജീവിതം ക്രമീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായിക്കൊണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ബറക്കത്തുമായി ബന്ധപ്പെട്ട വിഷയം. ഏതാനും ക്ലാസ്സുകൾ ഇവിഷയകമായി നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാകും. എന്താണ് ബറക്കത്തെന്നും ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുമൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ഒരു പരിപൂർണത എന്നോണം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബറക്കത്തിനെ പരിപൂർണമായും ഇല്ലാതെയാക്കി കളയുന്ന ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനും ഹദീസും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. അത് എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ബറക്കത്ത് എന്താണ് എന്ന് നമുക്കറിയാം. പണ്ഡിതന്മാർ ബറക്കത്തിനെക്കുറിച്ച് വിശദീകരിച്ചത് അസ്സിയാദ എന്നാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഒരു കാര്യം അതിനെ അള്ളാഹു അധികരിപ്പിച്ചു തരുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ലഭിക്കുന്നത് വളരെ കുറവാണെങ്കിൽ പോലും അതിൽ ലഭിക്കുന്ന ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക, അതല്ലെങ്കിൽ അത് കൂടുതലായി നമുക്ക് അനുഭവപ്പെടുക, ഇതൊക്കെയാണ് ബറക്കത്തിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണങ്ങൾ. എങ്ങനെയാണ് അത് നഷ്ടപ്പെടുന്നത്? ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയത്, അതിന് എതിരായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെടും എന്ന് നമുക്ക് വേണമെങ്കിൽ ഒറ്റവാക്കിൽ അതിനെ വിശദീകരിക്കാം. എന്നാലും പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ആ പുറത്തുള്ള ആളുകളെ, ക്ലാസ് അവിടെ ആവശ്യമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറിയിരുന്നോളൂ കേട്ടോ. എല്ലാവരും അവിടെ പുറത്തുനിന്ന് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ക്ലാസ്സിലേക്ക് കയറിയിരിക്കണതാണ് നല്ലത് ഇൻഷാ അല്ലാഹ്. പണ്ഡിതന്മാർ ഒന്നാമതായി കൊണ്ടും
അതിലേറ്റവും ഗൗരവത്തോടുകൂടിയും പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന കാര്യം കസ്റത്തുൽ മആസി, തിന്മകൾ അധികരിക്കുക എന്നുള്ളതാണ്. തിന്മകൾ അധികരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ഖൈറാത്തുകൾ നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒന്നാണ് എന്ന് നമുക്ക് ഹദീസുകൾ പരിശോധിച്ചാൽ, പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ കാലത്ത് അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നുള്ളതിനെ, ജീവിതത്തിൽ തിന്മകൾ ചെയ്യുക എന്നുള്ളതിനെ വളരെ ലാഘവത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തിന്മകൾ ചെയ്യാനുള്ള അവസരം ഒരുപാട് എളുപ്പമായിട്ടുള്ള ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും തിന്മകൾ ചെയ്യുന്ന സമയത്ത് പരലോകത്ത് അതിന് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ പരലോകത്ത് അതിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ദുനിയാവിലും ഒരുപാട് അനന്തരഫലം നമ്മൾ നേരിടേണ്ടി വരുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എത്ര ചെറിയ തിന്മയാണെങ്കിൽ പോലും, അത് എത്ര വലിയ തിന്മയാണെങ്കിൽ പോലും നമ്മൾ ധിക്കരിക്കുന്നത് അള്ളാഹുവിനെയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. അതാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നത്. ലാ തൻദുർ ഇലാ സിഗരിൽ മഅസിയ, നീ ചെയ്യുന്ന തിന്മ അത് ചെറുതാണ് എന്നല്ല നീ നോക്കേണ്ടത്. ഞാൻ ചെയ്യണത് ഒരു ചെറിയ തിന്മയല്ലേ, ഇതൊരു ചെറിയ കാര്യമല്ല, ഇത് വലിയ ഒരു തിന്മ, വ്യഭിചാരമൊന്നല്ലല്ലോ എന്നൊക്കെയാണ് ചില ആളുകൾ ചില തിന്മയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചില ആളുകളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത ഏതാണ്? വ്യഭിചാരമൊന്നല്ലല്ലോ ചെയ്യണത് എന്നാണ്. അപ്പം നീ ചെയ്യുന്നത് ചെറുതാണോ വലുതാണോ എന്നല്ല നീ നോക്കേണ്ടത്. വലാകിനുൻദുർ ഇലാ മൻ അസൈത, നീ ധിക്കരിക്കുന്നത് ആരെയാണ് അതാണ് നീ പരിശോധിക്കേണ്ടത്. നീ ധിക്കരിക്കുന്നത് മലിക്കുൽ മുലൂക്കായ, മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിനെയാണ് നീ ധിക്കരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നീ അള്ളാഹുവിനെയാണ് ധിക്കരിക്കുന്നത്. ആ ബോധ്യമാണ് നമുക്കോരോരുത്തർക്കും ഉണ്ടാകേണ്ടത് എന്നാണ്. അപ്പം തിന്മകൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ബറക്കത്തുകൾ നഷ്ടപ്പെട്ടു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഹദീസുകളിലൂടെ പഠിപ്പിച്ച കാര്യമാണ്. വ ഇന്നൽ അബ്ദ ലയുഹ്റമുർ റിസ്ഖ ബിദ്ദംബി യുസീബുഹു, ഒരു അടിമയുടെ റിസ്ക്, അവൻ്റെ ഉപജീവനം അവന് തടയപ്പെടും. ബിദ്ദംബി യുസീബുഹു, അവൻ ചെയ്യുന്ന ഒരു തിന്മ കാരണം അവൻ്റെ റിസ്ക് അവന് നഷ്ടപ്പെട്ടേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും എടുത്തു പറയുകയാണ്. വമിൻ ഉഖൂബത്തിൽ മആസി, ഒരാൾ തിന്മ ചെയ്യുമ്പോൾ അയാൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ പരലോകം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പരലോകത്ത് ശിക്ഷ ലഭിക്കുന്നു എന്നത് മാത്രമല്ല, നേരെ മറിച്ച് ദുനിയാവിലെ ഒരുപാട് ഖൈറുകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഓരോന്നും എണ്ണിപ്പറയാൻ, ദുനിയാവിൽ തിന്മ ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ശിക്ഷയിൽപ്പെട്ടതാണ് എന്ത്? അന്നഹ തുംഹിഖു ബറക്കത്തൽ ഉംർ, നിങ്ങളുടെ ദുനിയാവിലെ ജീവിതത്തിൻ്റെ, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ പ്രായത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടും. ദൈനംദിന ജീവിതത്തിൽ തിന്മ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തിന്മ ചെയ്യാത്ത ഒരാൾ ചെയ്യുന്ന പല കാര്യങ്ങളും അയാൾക്ക് ചെയ്യാൻ കഴിയും. ഒന്നിനും സമയമില്ലാത്ത അവസ്ഥ, എന്ത് ഖൈറിനും അയാൾക്ക് സമയമില്ല, എപ്പോഴും അയാൾക്ക് തിരക്കാണ്. പണ്ഡിതന്മാർ പറയാണ് തുംഹിഖു ബറക്കത്തുൽ ഉംർ. അതേപോലെ തന്നെ ബറക്കത്ത് റിസ്ക്, നിങ്ങളുടെ ഉപജീവനത്തിലുള്ള ബറക്കത്ത് നഷ്ടപ്പെടും തിന്മ ചെയ്യുന്നതിലൂടെ. ഒരുപാട് നല്ല ശമ്പളമുണ്ട് അയാൾക്ക്, 5000 6000 റിയാലോ അതിൽ കൂടുതലോ ശമ്പളം അദ്ദേഹത്തിനുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പരിശോധിക്കണം, ജീവിതത്തിൽ എവിടെയെങ്കിലും തിന്മകൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ പരിശോധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തേത് ബറക്കത്തുൽ ഇൽം, ഇൽമിലെ ബറക്കത്ത് നഷ്ടപ്പെടും. കുറേ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, ഒരാഴ്ചയിൽ നടന്ന എല്ലാ ഖുതുബ ക്ലാസ്സുകൾ മലയാളത്തിൽ അദ്ദേഹം കേൾക്കുന്നുണ്ട്, ഒരുപാട് ഖുർആൻ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, യൂട്യൂബിലും വാട്സാപ്പിലും വരുന്ന എല്ലാ പ്രസംഗങ്ങളും കേൾക്കുന്നുണ്ട്. ജീവിതത്തിൽ അതൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന തിന്മകളായിരിക്കും അതിനുള്ള കാരണം. ഒരുപാട് അറിവുകളുണ്ട്, അദ്ദേഹത്തോട് സംശയം ചോദിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞു തരും. മറ്റുള്ളവർക്കില്ലാത്ത പല അറിവുകളും ഇദ്ദേഹത്തിനുണ്ട്. പക്ഷേ ജീവിതത്തിൽ എവിടെയോ ചെയ്യുന്ന തിന്മകൾ കാരണം
ആ ഇൽമ് അയാളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾക്ക് രാത്രി നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനുള്ള കാരണം അയാൾ ചെയ്ത ഏതോ ഒരു തിന്മയാണ് എന്നാണ്. രാത്രി തഹജ്ജുദ് നമസ്കരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഫജ്ർ നമസ്കാരത്തിന് ഒരാൾക്ക് പള്ളിയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനുള്ള കാരണം അയാൾ ചെയ്ത ഏതോ ഒരു തിന്മയായിരിക്കും. അത് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തുടർന്നുകൊണ്ട് പറയാൻ, വബറക്കത്തുൽ അമൽ, അയാൾ ചെയ്യുന്ന അമലുകളിൽ തന്നെ ചിലപ്പോൾ അയാൾക്ക് ബറക്കത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. 5 വക്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നുണ്ടാകും, നിസ്കാരത്തിന് കൈകെട്ടിയതും സലാം വീട്ടിയതും മാത്രമേ അയാൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ആ നമസ്കാരത്തിൽ എന്തൊക്കെയാണ് ചൊല്ലിയത്, ഇതൊന്നും അയാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. തിന്മ, നമ്മൾ ചെയ്യുന്ന ഒരു തിന്മ കാരണം ദുനിയാവിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്താണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒബിൽ ജുംല, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അന്നഹ തുംഹികു ബറക്കത്തദ്ദീനി വദ്ദുനിയ, ദുനിയാവിൻ്റെയും ദീനിൻ്റെയും എല്ലാ ബറക്കത്തുകളും തിന്മ ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നോക്കൂ നിങ്ങൾ, അപ്പോൾ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം തിന്മകളെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഖല്ലിദ് ദുനൂബ സഗീറഹ വകബീറഹ, തിന്മകളിൽ ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാം നീ ഒഴിവാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം തിന്മ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ചെയ്യുന്നത് വലുതാണോ ചെറുതാണോ എന്നല്ല, വലാകിൻ ഉൻദുർ ഇലാ മൻ അസൈത, നമ്മൾ ധിക്കരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പം അതുകൊണ്ട് തിന്മകളെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സൂറത്തുൽ അറാഫിലെ 96-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ച ഒരു സമുദായത്തെക്കുറിച്ച് പറയാൻ, വലൗ അന്ന അഹ്ലൽ ഖുറാ, ആ നാട്ടുകാരായ ആളുകൾ, ആമനു വത്തഖൗ, അവർ ഈമാൻ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവർ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, അവർക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ബറക്കത്തുകൾ ഞാൻ അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള അനുഗ്രഹങ്ങൾ ഞാൻ അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. വലാകിൻ കസ്സബു, പക്ഷേ അവർ അല്ലാഹുവിനെ നിഷേധിച്ചു. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അത് കാരണം നാം അവരെ പിടികൂടുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തിന്മകളുടെ ആധിക്യം എന്നുള്ളതാണ്. രണ്ടാമതായി കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഒരാളുടെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ കാരണമായി കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് പലിശയാണ്. റിബ, പലിശയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒന്നാണ്. എന്താണ് പലിശയുടെ പ്രത്യേകത? അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം പ്രഖ്യാപിച്ച 2 വിഭാഗം ആളുകളാണ് ഖുർആനും ഹദീസും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെ, അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച 2 വിഭാഗം ആളുകൾ, അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ 2 വിഭാഗം ആളുകൾ. അതിലൊന്നാണ് പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകളിലൂടെ അതിൻ്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, യംഹഖുല്ലാഹു റിബ വയുർബിസ് സദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. യംഹഖുല്ലാഹു റിബ, ഒരാൾ പലിശയുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ആ പലിശയിലുള്ള ബറക്കത്തുകൾ, ആ പലിശയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന ഖൈറാത്തുകൾ, ആ പലിശയുടെ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതെയാക്കി കളയും. പലിശയുമായി ഒരാൾ ബന്ധപ്പെടുന്ന സമയത്ത് അയാളുടെ ജീവിതത്തിലെ ഖൈറുകൾ പലതും നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പലിശ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ബാങ്കിൽ പോയി ലോൺ എടുത്ത് വീട് വെക്കുന്ന ആളുകൾ, അങ്ങനെ നേരിട്ട് പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. എന്നാലോ നേരിട്ടല്ലാതെയും പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. ഇന്നത്തെ പുതിയ ആധുനികമായ പലതരത്തിലുള്ള കച്ചവടങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള മേഖലയിലൂടെയൊക്കെ പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമ്പാദ്യം, നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകുന്ന ഭക്ഷണം,
നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്, നമ്മുടെ മക്കളെ നമ്മൾ കഴിപ്പിക്കുന്നത് ഇതൊക്കെ ഹലാലാണോ? ഇതിലെവിടെയെങ്കിലും പലിശയോ അല്ലെങ്കിൽ ഹറാമായ എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി യുതീലു സഫർ, ഒരു നീണ്ട യാത്രയിലായിരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പ്രത്യേകത അശ്അസ അഖ്ബറ. ആ വ്യക്തിയുടെ ശരീരത്തിൽ മുഴുവനും അദ്ദേഹം പൊടി പുരണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുടി ജട പിടിച്ച മുടിയാണ്. അഥവാ ഒരു യാത്രക്കാരനായ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ. എന്നിട്ടോ യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശത്തിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് യാ റബ്ബി യാ റബ്ബി എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 4 വിശേഷണങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 4 കാരണങ്ങളാണ്. ഒന്ന് സഫർ. നമുക്കറിയാം യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? പ്രത്യേകം പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു പ്രത്യേകം അത് പരിഗണിക്കും. രണ്ടാമത്തേത് അയാളുടെ അവസ്ഥയാണ്. അത് അയാളുടെ ശരീരത്തിൽ വസ്ത്രത്തിൽ മുഴുവനും പൊടി പുരണ്ടിട്ടുണ്ട്. അദ്ദേഹം ക്ഷീണത്തിലാണ്, പ്രയാസത്തിലാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയും അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. മൂന്നാമത്തേത് അള്ളാഹുവിലേക്ക് കൈകൾ നീട്ടുക എന്നുള്ളത്. യമുദ്ദു യദൈ, ആകാശത്തിലേക്ക് അയാൾ കൈകൾ നീട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ പ്രാർത്ഥനയും അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. നാലാമത്തെ കാരണം യാ റബ്ബി യാ റബ്ബ്, അള്ളാഹുവിനെ റബ്ബ് എന്ന പ്രയോഗത്തിൽ അള്ളാഹുവിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കും. അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള 4 കാരണങ്ങൾ കൂടിച്ചേർന്ന ഒരാൾ, അയാൾ അള്ളാഹിനോട് ദുആ ചെയ്യാൻ, അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല. എന്താണ് കാരണം? ഫഅന്നാ യുസ്തജാബു ലഹു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. എങ്ങനെയാണ് അയാൾക്ക് ഉത്തരം ലഭിക്കുക? മത്അമുഹു ഹറാം, അവൻ ഭക്ഷിക്കുന്നത് ഹറാമാണ്. വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്നത് ഹറാമാണ്. അതേപോലെ തന്നെ വഗുദിയ ബിൽ ഹറാം, അവനെ വളർത്തിയിട്ടുള്ളത്, അവൻ വളർന്നു വന്നിട്ടുള്ളത് ഹറാമിലൂടെയാണ്. പിന്നെ എങ്ങനെയാണ് ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെയാണ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക എന്നാണ്. അപ്പോൾ നേരത്തെ ഒന്നാമത്തെ കാരണമായി സൂചിപ്പിച്ച തിന്മ, ആ തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തിന്മയിൽപ്പെട്ടതാണ് അർരിബ, പലിശ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഹറാമായ സമ്പാദ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ കച്ചവടത്തിൽ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന മേഖലയിൽ ഹറാമായ കാര്യങ്ങളിലൂടെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ ബറക്കത്തുകൾ നഷ്ടപ്പെടും. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ വിചാരിക്കും കുറച്ചൊക്കെ പിന്നെ ഇതൊക്കെ ഒരുപാട് ഖൈറുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എനിക്ക് ലഭിച്ചു, എനിക്ക് പിന്നെ പലിശയുമായി ബന്ധപ്പെട്ടതുകൊണ്ട്, ഹറാമായ സമ്പാദ്യം കൊണ്ട് എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല യാഥാർത്ഥ്യം. അത് ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ അത് തിരിച്ച് നമുക്ക് പ്രതിഫലിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഹറാമായ സമ്പാദ്യങ്ങളുമായി ഇടപെടുന്നതിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെയധികം ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. ഇന്നത്തെ കാലത്ത് ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാക്കി സമ്പാദിക്കുന്ന വിഷയത്തിൽ മുസ്ലിം ഉമ്മത്ത് വളരെ പിറകോട്ട് പോയിട്ടുണ്ട്. അതിൻ്റേതായ എല്ലാ തരത്തിലുള്ള എല്ലാ രൂപത്തിലുള്ള അനന്തര ഫലങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ നമ്മൾ കാണുന്നുമുണ്ട്. കുറേ പൈസ ഉണ്ടായതുകൊണ്ട് എല്ലാം ആയില്ല സഹോദരങ്ങളെ. ഒരുപാട് സമ്പത്തുണ്ടായതുകൊണ്ട് എല്ലാം ആയില്ല. നമുക്ക് മനസ്സിന് റാഹത്ത് വേണം, അല്ലേ? നമ്മൾ പിന്നെ ഒരുപാട് ആളുകളെക്കുറിച്ച് നമ്മൾ കേൾക്കും. ഒരു സുഹൃത്ത് ഈ അടുത്തൊരു അനുഭവം പറഞ്ഞു. അദ്ദേഹം വലിയ പണക്കാരനായിരുന്നു, വലിയ സമ്പത്തൊക്കെ ഉള്ള ആളായിരുന്നു. മരിക്കുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ഒരുപാട് ലോൺ എടുത്തു വെച്ചിരുന്നു. ലക്ഷക്കണക്കിന് ലോണുകൾ ഓരോ ബാങ്കിൽ നിന്നും എടുത്തു. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സമ്പത്തുകൾ ഓരോന്നായി കൊടുത്ത് അവസാനം സ്വന്തം വീട്ടുകാർ, സ്വന്തം മക്കളും ഭാര്യയുമൊക്കെ വാടക വീട്ടിൽ താമസിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവം അദ്ദേഹം പങ്കുവെച്ചതാണ്. അപ്പോൾ അതായിരിക്കും അതിൻ്റെ അനന്തരഫലം. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്താണ്? ഒരാളൊരു തിന്മ ചെയ്താൽ
അത് അയാൾ ജീവിതത്തിൽ അനുഭവിക്കുമെന്ന് മാത്രമല്ല, അയാളുടെ മക്കൾ അത് ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും, അയാളുടെ ഭാര്യയിലൂടെ അനുഭവിക്കേണ്ടി വരും, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾക്ക് വരെ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത്. അത്രയും ഗൗരവമാണ് തിന്മകൾ എന്നുള്ളത്. അതിലും പ്രധാനമായും സാമ്പത്തിക മേഖലയിലുള്ള തിന്മകൾ. എല്ലാ തിന്മകളും അങ്ങനെയാണ്, പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയിലുള്ള തിന്മകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിനെ നമ്മൾ ഗൗരവത്തോടു കൂടി കാണണം. മൂന്നാമതായി കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് മൻഉ സകാത്ത്, സകാത്തിനെ തടഞ്ഞു വെക്കുക എന്നുള്ളത് സമ്പത്തിലും നമ്മുടെ ജീവിതത്തിലും ബറക്കത്തുകൾ നഷ്ടപ്പെടാനുള്ള കാരണമാണ് എന്നാണ്. അല്ലെ, സക്കാത്ത് നമുക്കറിയാം, സ്വർണത്തിന് സക്കാത്തുണ്ട്, നമ്മുടെ കച്ചവടത്തിന് സക്കാത്തുണ്ട്. അതൊക്കെ കൃത്യമായി നമ്മൾ നൽകുന്നുണ്ടല്ലോ എന്ന് നമ്മളൊന്ന് ഉറപ്പുവരുത്തുക. പലപ്പോഴും നമ്മൾ പേരിന് നൽകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒരു വർഷമായി കഴിഞ്ഞാൽ ഒരു തുക, അത് എല്ലാവർക്കും ഒരു സദക്കയോ സക്കാത്തോ ഒന്നും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം സക്കാത്തിൻ്റെ നിയ്യത്തോടു കൂടി ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പൊതുവെ കാണുന്ന ഒരു രീതി അതല്ല. സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൽ പ്രത്യേകമാക്കപ്പെട്ട ഒരു ഇബാദത്താണ്. അല്ലെ, നിസ്കാരം പോലെ, അതേപോലെ തന്നെ ഹജ്ജ് പോലെ, അതല്ലെങ്കിൽ നോമ്പ് പോലെ ഒരു പ്രത്യേകമാക്കപ്പെട്ട ഇബാദത്താണ്. അതിന് ഇസ്ലാമിൽ ചില നിയമങ്ങളുണ്ട്. അതല്ലാത്തത് സ്വതക്കയാണ്. സ്വതക്കയാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പൈസ, നമുക്ക് ഇഷ്ടമുള്ള ദാനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് നൽകാം. അത് സ്വതക്കയാണ്, അല്ലെങ്കിൽ ഹദിയയാണ്. പക്ഷെ സക്കാത്ത് അങ്ങനെയല്ല. സക്കാത്തിന് ചില കൃത്യമായ നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അത് എത്ര കൊടുക്കണം, എത്രയുണ്ടെങ്കിൽ കൊടുക്കണം, ആർക്ക് കൊടുക്കണം. അങ്ങനെ തോന്നിയ ആളുകൾക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. നമുക്കിഷ്ടമുള്ള ആർക്കെങ്കിലുമൊക്കെ കൊടുത്താൽ സക്കാത്ത് നമ്മളിന്ന് വിടൂല. സക്കാത്തിന് കൃത്യമായ അവകാശികളുണ്ട്. ആ അവകാശികൾക്കാണത് നൽകേണ്ടത്. അത് കൃത്യമായ ഒരു കണക്കുണ്ട്. ആ കണക്ക് തന്നെ നൽകണം. അതിൽ നിന്ന് കുറച്ച് കുറഞ്ഞാൽ പോലും നമ്മുടെ സക്കാത്ത് വിടൂല. അപ്പോൾ അത് നമ്മളൊന്ന് ഉറപ്പുവരുത്തണം. കാരണം സക്കാത്ത് നമ്മൾ തടഞ്ഞാൽ, സക്കാത്ത് നമ്മൾ നൽകാതെ ഇരുന്നാൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ബറക്കത്തുകളും നഷ്ടപ്പെടുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യംനഉ സകാത്ത് അംവാലിഹിം ഇല്ലാ മുനിഉ അൽ ഖത്ര മിനസ് സമാ. ആരെങ്കിലും സക്കാത്ത് തടഞ്ഞു വെച്ചാൽ, സക്കാത്ത് നൽകാതെ ഇരുന്നാൽ, മുനിഉ അൽ ഖത്ര മിനസ് സമാ, അവർക്ക് ആകാശത്തു നിന്നുള്ള മഴ അവർക്ക് തടയപ്പെടുമെന്നാണ്. മഴ തടയപ്പെടും. സക്കാത്ത് തടഞ്ഞു വെച്ചാലുള്ള ഒരു അനന്തരഫലമാണ്, അല്ലെങ്കിൽ സക്കാത്ത് തടഞ്ഞു വെച്ചാൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത്. ഖുർആൻ്റെയും ആയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേറെയും ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബറക്കത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അഞ്ചാമത്തെ ഒരു കാര്യം, ആളുകളെ വഞ്ചിക്കുക, അതേപോലെ തന്നെ കച്ചവടത്തിൻ്റെ മേഖലകളിൽ കളവുകൾ പറയുക എന്നുള്ളത് സക്കാത്ത് നഷ്ടപ്പെടാനുള്ള, ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള ഒരു കാരണമായി കൊണ്ട് പണ്ഡിതന്മാർ എണ്ണുന്നത് നമുക്ക് കാണാം. അതിൽ ആറാമതായി കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, അദുമു ശുക്രി നിഅം, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയാതെ ഇരുന്നാൽ, അള്ളാഹുവിന് നന്ദി കാണിക്കാതെ ഇരുന്നാൽ നമ്മുടെ ജീവിതത്തിലെ ബറക്കത്തുകൾ നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അല്ലേ, ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അതിനൊക്കെ നമുക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. എങ്ങനെയാണ് ശുക്ർ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞല്ലോ, കുല്ലു സുലാമ മിനൻ നാസി അലൈഹി സദഖ. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ജോയിൻറ്റുകൾ അതിനെന്തുണ്ട്, അതിനുള്ള ശുക്ർ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ കൊടുക്കണം എന്നാണ് ഹദീസുകൾ. 300-ൽ പരം ജോയിൻറ്റുകൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട് എന്നാണ്. അതിനൊക്കെ സദഖ കൊടുക്കാനിരുന്നാൽ ഓരോ ദിവസം നമ്മൾ എത്ര സദഖ കൊടുക്കേണ്ടി വരും? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിക്കാൻ അള്ളാഹു നമുക്കത് എളുപ്പമാക്കി തന്നു. എന്താണ്? കുല്ലു തസ്ബീഹത്തിൻ സദഖ വകുല്ലു തഹ്മീദത്തിൻ സദഖ വകുല്ലു തക്ബീറത്തിൻ സദഖ. നമ്മൾ ചൊല്ലുന്ന ഓരോ തസ്ബീഹ് അള്ളാഹു സദഖയായി പരിഗണിക്കും. നമ്മൾ ചൊല്ലുന്ന ഓരോ ഹംദും അള്ളാഹു സദഖയായി പരിഗണിക്കും. നമ്മൾ ചൊല്ലുന്ന ഓരോ തക്ബീറും അള്ളാഹു സദഖയായി പരിഗണിക്കും. ഒക്കെ നിങ്ങൾ എളുപ്പമാക്കി തന്നതാണ് അള്ളാഹു. അപ്പോൾ അതൊക്കെ സദഖയാണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നമുക്ക് എളുപ്പമാക്കി തരാൻ, എന്നിട്ട് പറയാണ്, വയഅദിലു ദാലിക കുല്ലുഹു റക്അതൈ അദ്ദുഹാ. ഈ പറഞ്ഞ തസ്ബീഹിനും ഈ പറഞ്ഞ തഹ്മീദിനും തക്ബീറിനും ഒക്കെ പകരമായിട്ടുള്ള ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റക്അതൈ അദ്ദുഹാ, ദുഹാന്റെ സമയത്തുള്ള 2 റക്അത്ത് നമസ്കാരം ഇതിനൊക്കെ പകരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
അപ്പോൾ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി കാണിക്കാൻ നമ്മൾ പഠിക്കണം. ഒരിക്കലും നന്ദികേട് നമ്മൾ കാണിക്കാൻ പാടില്ല. അല്ലാഹു തന്ന വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. അല്ലാഹു തന്ന വലിയ അനുഗ്രഹമാണ് നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജോലി. അതൊക്കെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. നോക്കൂ, നിങ്ങൾ എത്ര റാഹത്തായിട്ടാണ് അല്ലെ, ജോലി മേഖലകളിൽ പ്രയാസമില്ലാത്ത ആരുമില്ല. ജോലിയുടെ സന്ദർഭത്തിൽ പലർക്കും പല പ്രയാസങ്ങളും ഉണ്ടാകും. പക്ഷേ ഇവിടെയൊക്കെ വന്ന് നല്ല ജോലിയൊക്കെ നല്ല ശമ്പളമൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര സമയമാണ് ദീനിനു വേണ്ടി ചെലവഴിക്കുന്നത് നമ്മൾ പരിശോധിക്കേണ്ട ഒന്നാണ് അല്ലേ. ഒരാഴ്ചയിൽ 7 ദിവസം ജോലിക്കിടയിൽ വെള്ളിയും ശനിയും ഒക്കെ ഒഴിവുള്ള എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ സമയമൊക്കെ ഇവിടെ രാവിലെ ക്ലാസ് ഉണ്ട്, ഇവിടെ ഉച്ചക്ക് ക്ലാസ് ഉണ്ട്, വൈകുന്നേരങ്ങളിൽ ക്ലാസ് ഉണ്ട്, മറ്റു ദഅവാ പ്രവർത്തനങ്ങളുണ്ട്. നമ്മൾ എത്ര ആളുകൾ അതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഈ ഒഴിവുള്ള സമയത്ത് ഖുർആൻ പഠിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഖുർആൻ പാരായണം നന്നാക്കാൻ നമ്മൾ എത്ര ആളുകൾ സമയം കണ്ടെത്തുന്നുണ്ട്. അതൊക്കെയാണ് അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് അതിൽ നിന്നൊരു ഭാഗം അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി ദാനം ചെയ്യാൻ നമ്മൾ എത്ര ആളുകൾ തയ്യാറായിട്ടുണ്ട്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ ഇരുന്നാൽ നന്ദികേടാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ അവിടെ നമ്മുടെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ആറാമതായി കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, പ്രാർത്ഥനകൾ, ദുആകൾ ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ബറക്കത്തുകൾ നഷ്ടപ്പെടുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ ഒരുപാട് തരത്തിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. ദുനിയാവുമായി ബന്ധപ്പെട്ടാണ്, പരലോകമായി ബന്ധപ്പെട്ട് ദുനിയാവ് നേടിയെടുക്കാനുള്ള അല്ലെങ്കിൽ ദുനിയാവിലെ ഖൈറാത്തുകൾ അള്ളാഹുവിനോട് ചോദിക്കാനുള്ള എത്രയോ പ്രാർത്ഥനകളുണ്ട്. നമുക്കൊക്കെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന പോലെയുള്ള, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയവും അർത്ഥമൊക്കെ ഉൾക്കൊള്ളുന്ന എത്രയോ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതൊക്കെ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളം ഖൈറുകൾ ലഭിക്കുമെന്നുള്ളതാണ്. ആ പ്രാർത്ഥനകളെക്കുറിച്ച് ഒരു ശ്രദ്ധയുമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഖൈറുകൾ ഉണ്ടാവുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മല്ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി, ഒരാൾ അല്ലാഹുവിനോട് ഒരു കാര്യം ചോദിക്കുന്നില്ല എങ്കിൽ യഗ്ളബ് അലൈഹി, അല്ലാഹുവിന് അവനോട് ദേഷ്യമാണ് അല്ലെങ്കിൽ അവനോട് കോപമാണ് എന്ന് ഹദീസുകളിലൂടെ പഠിപ്പിച്ചത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയാൽ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ 2 ക്ലാസ്സുകൾ ബറക്കത്തുമായി ബന്ധപ്പെട്ട് ബഹുമാനനായ റഫീഖ് സുല്ലമി എടുത്ത 2 ക്ലാസ്സുകൾ അതിൽ ലഭ്യമാണ്. അത് നിങ്ങൾ കേൾക്കണം. അതിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബറക്കത്ത് നമുക്ക് ലഭിക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കുക എന്നൊക്കെ വിശാലമായി വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ കേട്ട് മനസ്സിലാക്കി ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിച്ച കാര്യത്തിൽ അതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. തിന്മകളെന്ന് പറയുമ്പോൾ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, അത് ചെറിയ ഒരു കാര്യം, ഹറാമായ ഒന്ന് കാണുക, കേൾക്കുക അല്ലേ. ഇന്ന് പല ആളുകളും മ്യൂസിക് കേൾക്കുന്ന ആളുകളാണ്. മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ, വളരെയധികം വലിയ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. നമ്മുടെ നമസ്കാരത്തിൽ നമുക്കൊരു ശ്രദ്ധയും ഉണ്ടാവില്ല. കാരണം ഇമാം മാലിക് റഹിമഹുല്ല പറയുന്നത് കാണാം, ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. എപ്രകാരം ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണോ അപ്രകാരം ഷെയ്ത്താനിൻ്റെ കലാമാണ് മ്യൂസിക് എന്നാണ്. ഇന്ന് മുസ്ലിം ഉമ്മത്ത് വളരെ അശ്രദ്ധമായി കൊണ്ട് കാണുന്ന ഒന്നാണ് മ്യൂസിക് എന്ന് പറയുന്നത്. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. അതൊരു തിന്മയാണ്. സ്വാഭാവികമായും അത് കേട്ട് ശീലിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളത് കേൾക്കുമ്പോൾ അതൊരു വലിയ ഹറാമായിട്ടൊന്നും വിചാരിച്ചിട്ട് കേൾക്കുന്നില്ലെങ്കിലും അത് അയാളുടെ ജീവിതത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളെയും എല്ലാ ബറക്കത്തുകളും നഷ്ടപ്പെടാൻ അത് കാരണമായി തീരും. സിനിമകൾ കാണുന്ന ആളുകൾ അല്ലേ, അതൊരു തിന്മയാണ്, വലിയൊരു തിന്മയാണ്. ഒരുപാട് ഹറാമുകൾ, ഒരു ഹറാമല്ല, ഒരുപാട് ഹറാമുകൾ കൂടിയതാണ് സിനിമകൾ എന്നുള്ളത്. കാണുന്ന ആളുകളുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുകൾ നഷ്ടപ്പെടാൻ അതൊരു കാരണമാണ്. നമ്മുടെ ജീവിതത്തിലെ ഖൈറുകൾ നഷ്ടപ്പെടാൻ അത് കാരണമാണ്. ഹറാമായ സമ്പാദ്യങ്ങൾ, ഹറാമായ ഇടപാടുകളുള്ള ആളുകളുണ്ടോ,
അത് നമ്മുടെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടാൻ അതൊരു കാരണമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയതാണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഖൈർ നഷ്ടപ്പെടാൻ കാരണമാണ്, അല്ലെങ്കിൽ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാണ്. അതുകൊണ്ട് അതിനെയൊക്കെ നമ്മൾ ഗൗരവത്തോടു കൂടി കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനും ജീവിതം ക്രമീകരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അടുത്ത വെള്ളിയാഴ്ച മുതൽ നമ്മൾ പുതിയ ഒരു വിഷയം ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ നമ്മൾ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ എന്ന വിഷയത്തിൽ ഒരുപാട് ക്ലാസ്സുകൾ ഇവിടെ നമ്മൾ ഈ ഒരു സമയത്ത് സംഘടിപ്പിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് പുതിയ ഒരു വിഷയം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് കൃത്യം 1 മണിക്ക് ആരംഭിക്കും. അപ്പോൾ പല ആളുകളും ഒരുപാട് വൈകിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ 1 മണിക്ക് കൃത്യം, അപ്പോൾ നമുക്കറിയാം നിസ്കാരം നേരത്തെ നടക്കും, ജുമുഅ നേരത്തെ കഴിയും. അപ്പോൾ 1 മണിക്ക് കൃത്യം നമ്മൾ ക്ലാസ് ഇവിടെ ആരംഭിക്കും. കുറച്ച് നേരമാണ് ഈ ക്ലാസ് ഉള്ളത്, 25 അല്ലെങ്കിൽ അരമണിക്കൂറാണ് കൂടിപ്പോയാൽ ഈ ക്ലാസ് ഉള്ളത്. അപ്പോൾ എത്രയും നേരത്തെ എത്തിപ്പെടാൻ നമ്മൾ ശ്രമിക്കുക ഈ ക്ലാസ്സിലേക്ക്. പിന്നെ വൈകി എത്തിയാൽ ഒരുപാട് നഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ചെറിയ സമയം നമ്മൾ എത്രയും നേരത്തെ എത്തി ആ ക്ലാസ്സിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم رب ارحمهما كما ربيانا صغارا. اللهم رب ارحمهما كما ربيانا صغارا. اللهم رب ارحمهما كما ربيانا صغارا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.